പ്രിയമുള്ളവരെ, നാം ഇന്ന് ഓർക്കുന്നത് സത്യത്തിനു വേണ്ടി നിലകൊണ്ട ധീരരക്തസാക്ഷി വിശുദ്ധ ആഞ്ചലോയെ ആണ്. വിശുദ്ധ കത്തോലിക്ക സഭയിലെയും പ്രത്യേകിച്ച് കർമ്മലീത്ത സഭയിലെയും ഏറ്റവും ആദരിക്കപ്പെടുന്ന ആദ്യകാല വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ ആഞ്ചലോ. 1185 ജെറുസലേമിൽ ജനിച്ച അദ്ദേഹം ക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ ഭക്തിയും ധീരമായ സുവിശേഷ പ്രഘോഷണവും വഴി വിശ്വാസികൾക്ക് വലിയൊരു മാതൃകയായി തീർന്നു. കർമ്മലീത്ത സഭയുടെ നിയമങ്ങൾ അംഗീകരിക്കുന്നതിനായി റോമിലേക്ക് ദൗത്യമേറ്റെടുത്തു പോയ അദ്ദേഹം പിന്നീട് സിസിലിയിലെ തൻ്റെ മിഷൻ പ്രവർത്തനങ്ങളിലൂടെയും സത്യത്തിനു വേണ്ടിയുള്ള രക്തസാക്ഷിത്വത്തിലൂടെയും സഭയുടെ ചരിത്രത്തിൽ അനശ്വരമായ സ്ഥാനം നേടിയെടുത്തു. ജെറുസലേമിലെ ഒരു ജൂത കുടുംബത്തിലാണ് ആഞ്ചലോ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായ ജെസ്സി, മരിയ എന്നിവർ ക്രിസ്തുമതം സ്വീകരിച്ചവരായിരുന്നു. ഭക്തിനിർഭരമായ ഈ അന്തരീക്ഷത്തിൽ വളർന്ന ആഞ്ചലോയും അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരനായ യോഹന്നാനും കുട്ടിക്കാലം മുതലേ ദൈവകാര്യങ്ങളിൽ അതീവ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. തൻ്റെ 18-ാം വയസ്സിൽ ആഞ്ചലോ കർമ്മൽ പർവ്വതത്തിലെ സന്യാസ സമൂഹത്തിൽ ചേർന്നു. അവിടെ ഏകാന്തതയിലും മൗനത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. സന്യാസ ജീവിതത്തിൻ്റെ കാഠിന്യമേറിയ നിയമങ്ങൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹം പാലിച്ചിരുന്നു. സന്യാസ പഠനത്തിനു ശേഷം അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായി. അധികം വൈകാതെ തന്നെ ഒരു മികച്ച പ്രാസംഗകൻ എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ നിരവധി ആളുകൾ തടിച്ചുകൂടുമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും അദ്ദേഹം ശക്തമായി സംസാരിച്ചു. കുറച്ചുകാലം അദ്ദേഹം കർമ്മൽ പർവ്വതത്തിലെ ഗുഹകളിൽ ഏകാന്തനായ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. ഈ കാലയളവിൽ യേശുക്രിസ്തു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടതായും പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോയി സുവിശേഷം പ്രസംഗിക്കാനും അവിടെ രക്തസാക്ഷിത്വം വരിക്കാനും നിർദ്ദേശിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. കർമ്മലീത്ത സഭയുടെ നിയമങ്ങൾക്ക് മാർപ്പാപ്പയുടെ ഔദ്യോഗിക അംഗീകാരം വാങ്ങുന്നതിനായി അദ്ദേഹം റോമിലേക്ക് അയക്കപ്പെട്ടു. അന്ന് നിലനിന്നിരുന്ന പ്രതിസന്ധികൾക്കിടയിലും ഹൊണോറിയസ് മൂന്നാമൻ പാപ്പയിൽ നിന്ന് സഭയുടെ നിലനിൽപ്പിന് ആധാരമായ അംഗീകാരം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിശുദ്ധ ആഞ്ചലോ പോയിരുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടന്നിരുന്നു. രോഗികളെ സുഖപ്പെടുത്താനും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ടായിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. ഇറ്റലിയിലെ സിസിലി ദ്വീപിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. അക്കാലത്ത് അവിടെ വ്യാപിച്ചിരുന്ന വിരുദ്ധ വിശ്വാസങ്ങൾക്കെതിരെയും അധാർമികതയ്ക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു. ജനങ്ങളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം വിശ്രമമില്ലാതെ അധ്വാനിച്ചു. ലിക്കാത്ത എന്ന സ്ഥലത്തെ ഭരണാധികാരിയായിരുന്ന ബെറൻകാരി അതിക്രൂരമായ ജീവിതമാണ് നയിച്ചിരുന്നത്. വിശുദ്ധ ആഞ്ചലോ ഈ പാപത്തെ പരസ്യമായി ചോദ്യം ചെയ്യുകയും ബെറൻകാരിയോട് പാപം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തൻ്റെ തെറ്റുകൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയ വിശുദ്ധനോട് ബെറൻകാരിക്ക് കടുത്ത വിദ്വേഷം തോന്നി. 1220 മെയ് 5 വിശുദ്ധൻ പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ബെറൻകാരിയുടെ ആളുകൾ അദ്ദേഹത്തെ ആക്രമിച്ചു. 5 മാരകമായ മുറിവുകളാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഏൽപ്പിച്ചത്. ആക്രമണത്തിന് ഇരയായതിനു ശേഷവും വിശുദ്ധൻ 4 ദിവസം കൂടി ജീവിച്ചിരുന്നു. ആ സമയത്ത് തന്നെ ആക്രമിച്ചവരോട് അദ്ദേഹം പൂർണ്ണമായി ക്ഷമിക്കുകയും അവർക്ക് മാപ്പ് നൽകണമെന്ന് ദൈവത്തോടും ഭരണകൂടത്തോടും അപേക്ഷിക്കുകയും ചെയ്തു. ഈ മഹത്തായ ക്ഷമ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ പൂർണ്ണതയിലെത്തിച്ചു. വിശുദ്ധ ആഞ്ചലോയുടെ ജീവിതം സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുമുള്ള വലിയ പാഠമാണ് ഓരോ വിശ്വാസിക്കും നൽകുന്നത്. 1459 പയസ് രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി ഔദ്യോഗികമായി വണങ്ങാൻ അനുവാദം നൽകി. ഇന്നും സിസിലിയിലെ ലിക്കാത്തയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമായി നിലകൊള്ളുന്നു. നീതിക്ക് വേണ്ടി മരിക്കാനും ശത്രുവിനോട് ക്ഷമിക്കാനും നമ്മെ പഠിപ്പിച്ച ഈ വലിയ വിശുദ്ധൻ്റെ ഓർമ്മകൾ ലോകത്തിന് എന്നും ഒരു പ്രകാശഗോപുരമായിരിക്കും.